അപ്പോൾ എൽ ഡി എഫിന് പുതിയ സഖാവത്തിയെ കിട്ടി. അതായത് സഖാത്തി മറ്റെല്ലാ പാർട്ടിക്കാർക്കും കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സഖാവത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജാസിക്ക. ജാസിക്കയാണ് പുതിയ സഖാവത്തി. ഞാൻ പെണ്ണാണ്, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ ഞാൻ സഖാവത്തി എന്ന് പറഞ്ഞാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ LDF അനുഭാവിയാണ്. അതുകൊണ്ടാണ് ഞാനിതാ നല്ല അടിപൊളി റെഡ് സാരി, പിന്നെ ഈ കറുത്തത് അതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പല പാർട്ടികൾക്കുള്ള എൻ്റെ ഒരു കരിങ്കൊടിയും കൂടിയാണ്. അതിനും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പ്രതിഷേധമാണ്. അപ്പൊ കേട്ടല്ലോ നമ്മുടെ ജാസിക്കയുടെ വാദം. അപ്പൊ ഈ ജാസിക്കയുടെ വാദം നമുക്കങ്ങ് പൊളിച്ചു കൊടുത്താലോ? ബാ. ഞാൻ പെണ്ണാണ്, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. അപ്പോൾ ഞാൻ സഖാവത്തി എന്ന് പറഞ്ഞാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ LDF അനുഭാവിയാണ്. അതുകൊണ്ടാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ പെണ്ണാണ്, ഞാൻ ഒരു ട്രാൻസ് വുമൺ ആണ്. അല്ല ജാസിയെ, എങ്ങനെയാണ് ജാസി പെണ്ണാവുന്നത്? ഈ സിലിക്കൺ കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെണ്ണാകുമോ? അല്ല, എൻ്റെ ഒരു സംശയമാണ്. സിലിക്കൺ കുത്തിക്കയറ്റി വെച്ചാൽ എങ്ങനെയാണ് ജാസിയെ പെണ്ണാവുക? ജാസി എങ്ങനെയാണ് ട്രാൻസ് വുമൺ ആവുക? ഈ ട്രാൻസ് വുമൺ ആകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് ജാസിയെ. ഈ മുകളിൽ സിലിക്കൺ കുത്തിക്കയറ്റി വെച്ചാൽ മാത്രം ഒരു ട്രാൻസ് വുമൺ ആവത്തില്ല, പെണ്ണും ആവത്തില്ല. അതിന് മെയിൻ സർജറി ഉണ്ട്. ഈ രഞ്ജുമാരും സീമ വിനീതും അങ്ങനെ ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ വളരെ കഠിന അധ്വാനം ചെയ്ത് വേദന സഹിച്ച് ജീവൻ മരണ പോരാട്ടമൊക്കെ എടുത്ത് കഷ്ടതകളും യാതനകളും ഒക്കെ സഹിച്ച് ഈ സർജറിയൊക്കെ നടത്തി അവർ ശരിക്കും ഒരു ട്രാൻസ് വുമണായി മാറിയതാണ്. അവർ ശരിക്കും കൃത്യമായ ഐഡൻറ്റിറ്റിയോടുകൂടി ട്രാൻസ് വുമണായി മാറിയതാണ്. പക്ഷേ ഈ പറയുന്ന ഐഡൻറ്റിറ്റി ജാസിക്ക് ഇല്ലല്ലോ. ജാസിക്ക് എങ്ങനെയാണ് കിട്ടുക? കാരണം ജാസി ഇപ്പോഴും മെയിൻ സർജറി ചെയ്തിട്ടില്ല. കാരണം ഓർമ്മയില്ലേ ഹെലനോസ് പാട്ടയെ പൊക്കി കാണിച്ചത്? അന്ന് ഹെലനോസ് പാട്ട് പറഞ്ഞില്ലേ, നിന്റെ സിലിക്കൺ കാണാനാണോടാ ഞാൻ ഇരിക്കുന്നതെന്ന്. കാരണം അപ്പോഴും പുറത്തായതാണ്, പലരും പുറത്ത് കൊണ്ടുവന്നതാണ് സർജറി ഡീറ്റെയിൽസ് ഒക്കെ. കാരണം മെയിൻ സർജറി നടന്നിട്ടില്ല. സിലിക്കൺ മാത്രം വെച്ച ജാസി എങ്ങനെ പെണ്ണാകും? എങ്ങനെ ഒരു ട്രാൻസ് വുമൺ ആകും? ഇനി നമുക്ക് സഖാവത്തിയിലേക്ക് വരാം. അപ്പോൾ ഞാൻ സഖാവത്തി എന്ന് പറഞ്ഞാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ LDF അനുഭാവിയാണ്. ജാസി സഖാവത്തി, എൻ്റെ പൊന്നു ജാസിയെ, സഖാവത്തി അല്ല. ഇതിപ്പോ സഖാവെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഈ മേളിലത്തെ സർജറി കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ സഖാവെന്നെങ്കിലും പറയാമായിരുന്നു. ഇതിപ്പോ മേളിലത്തെ സർജറി കഴിഞ്ഞു, മെയിൻ സർജറി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഖാവത്തി എന്നും പറയാൻ പറ്റത്തില്ല, സഖാവെന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ LDFന് വരെ നാണക്കേടായല്ലോ ജാസിയെ. അതുകൊണ്ടാണ് ഞാനിതാ നല്ല അടിപൊളി റെഡ് സാരി, പിന്നെ ഈ കറുത്തത് അതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് പല പാർട്ടികൾക്കുള്ള എൻ്റെ ഒരു കരിങ്കൊടിയും കൂടിയാണ്. അതിനും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു പ്രതിഷേധമാണ്. മക്കളെ, നിങ്ങളിത് കേട്ടോ? ഈ പ്രതിഷേധമായിട്ട് കരിങ്കൊടിയും ചുറ്റിയിട്ടാണ് നമ്മുടെ ജാസിക്ക വന്നിട്ടുള്ളത്. ഈ ജാസിക്കയെന്ന് ഞാൻ വിളിക്കുന്നത് ആദ്യം മുതലേ ഇക്കയാണല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് പകുതി മാറ്റിയെന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്ത് വിളിക്കാനാ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാന്ന് തന്നെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിങ്കൊടി, അതായത് LDF സഖാവൊക്കെ ആണെന്ന് പറയുന്നുണ്ട്, LDF അനുഭാവിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾക്കുള്ള കരിങ്കൊടിയും ചുറ്റിയാണ് ജാസി വന്നിരിക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് കളർ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. സൈഡിൽ ബോർഡറായിട്ട് വന്നിട്ടുള്ളത് റെഡാണ്. അപ്പോൾ ഈ ബ്ലാക്ക് വന്നത് മറ്റെല്ലാ പാർട്ടിക്കാരും, LDF ഒഴികെ മറ്റെല്ലാ പാർട്ടിക്കാർക്കും എതിരെയുള്ള കരിങ്കൊടിയാണത്രേ. കുറേ വിയർക്കും, കുറേ വെള്ളം കുടിക്കും നമ്മുടെ ജാസിക്ക. ജാസിക്കയുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി, മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അതായത് LDF അനുഭാവിയാണെന്ന് പറയുമ്പോൾ സർജറി വേണ്ട, ഇങ്ങനെ സാരിയും ചുറ്റി നടക്കാം, സിലിക്കണും വെച്ച് സാരിയും ചുറ്റി നടന്നാൽ LDF അനുഭാവി ആയതുകൊണ്ട് അങ്ങ് സമ്മതിക്കും എന്നാണോ ജാസി വിചാരിച്ചിരിക്കുന്നത്? അപ്പം എന്തായാലും സ്വയം പെണ്ണാണ്, സ്വയം ട്രാൻസ് വുമൺ ആണെന്ന് പറയുന്ന ജാസി ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൈസ്. അതായത് രേണുസുധിയുടെ പിന്നാലെ ഈ പെണ്ണാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇനി ഞാൻ രേണു ചേച്ചിയുടെ വഴി തന്നെ അങ്ങ് പിന്തുടരാൻ പോവുകയാണ് എന്നാണ് ജാസി പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രേണു ചേച്ചിയുടെ ആ വഴി സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇനി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിൽ കാണിച്ചു തരേണ്ടി വരും എന്നാണ് ജാസി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവർക്ക് തുണി അയച്ച് കാണിച്ചു കൊടുക്കണോ? ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥയാണ്. അതുപോലെ ഇനി ഈ ചോദിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഈ കേരളം മുഴുവൻ അങ്ങനെ. ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റു സാധനം തുടങ്ങാം. ഈ രേണുസുതി മറ്റേ ഇവരൊക്കെ തുടങ്ങിയ സംഭവം ഉണ്ടല്ലോ, അത് തുടങ്ങാം ഞാൻ. അല്ല ജാസിയെ, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുള്ളത് പെണ്ണാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ?
ജാസി പറയുന്നത്. അല്ല, ജാസിയുടെ ഉറ്റ സുഹൃത്താണല്ലോ രേണുസുതി. അപ്പം രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനൊക്കെ വലിയ അനുകൂലിച്ചായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇപ്പം ജാസി തന്നെ പറയുന്നുണ്ട്, പെണ്ണാണെന്ന് ചോദിക്കുന്നവരോട് അത് തെളിയിക്കാൻ വേണ്ടി ഇനി ഞാനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങണോ എന്ന്. അപ്പം ജാസി തന്നെ പറയുന്നുണ്ട്, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഈ തുണി ഉരിഞ്ഞ് കാണിക്കലാണ് എന്നാണല്ലോ ജാസി ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുമ്പോൾ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഈ പെണ്ണാണ് ആണാണ് എന്ന് തെളിയിക്കാനുള്ള, അല്ലെ ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള ഒരു മാർഗമായിട്ട് എല്ലാവരും ഇതിനെ എടുക്കും എന്ന് ഇൻസ്റ്റാഗ്രാം വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും അത് ദുരുപയോഗം ചെയ്ത് ഉരിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി അങ്ങ് എല്ലാവരും എടുത്ത്. എന്തായാലും കുഴപ്പമില്ല രേണു, കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഈ 3-4 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നത് കണ്ടപ്പോഴത്തേക്ക് കണ്ണ് മഞ്ഞളിച്ച് ഒരു സംശയവും കൂടാതെ രേണുവിൻ്റെ വഴിയേ വരുന്നുണ്ട്. ഈ പാണുമല്ല പെണ്ണുമല്ലാത്ത ജാസി വരെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലേക്ക് വരികയാണ്. അതും നമ്മുടെ രേണു ചേച്ചി കാരണം. ഇത്രയധികം വെള്ള പൂശാനായിട്ട് ഈ തത്രപ്പാടെല്ലാം കാണിച്ചത് ജാസിക്കും ശ്രീലക്ഷ്മിക്കും ഒക്കെ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണോ? ഇനി ഓൾറെഡി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ജാസിയുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി ആൾക്കാർക്ക് എന്ത് കാണാനാണോ എന്തോ എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും ജാസിയും ശ്രീലക്ഷ്മിയും രേണുസുതിയും എല്ലാവരും കൂടെ ചേർന്ന് ഈ സബ്സ്ക്രിപ്ഷനിൽ അങ്ങ് പൊളിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് മാത്രമല്ല ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.